ഹലോ ഗായ്സ്, ഞാൻ എല്ലാവർക്കും പറഞ്ഞ പറ്റുമല്ലോ. എല്ലാവർക്കും സ്വാഗതം. ഓർമ്മയുണ്ടോ തന്നെ? കുറേ നാളായെന്നോ കണ്ട്. ഞാൻ എവിടെ വെച്ചാണ് നിർത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നമുക്കെല്ലാം ഒന്നേന്ന് കണ്ടു തുടങ്ങാം. ഓക്കെ, സ്പോണായ സ്ഥലം മുതൽ എല്ലായിടത്തും കണ്ടു തുടങ്ങാം. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ പിന്നെ 306 ദിവസമായിട്ടു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കയറി കളിക്കാറുണ്ടായിരുന്നു. ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യും വരെ, അതിനുശേഷം ഫ്രീ ഫയറിലോട്ട്. ഓക്കെ, 3 ഹീറോയ്ക്ക് അടിച്ച് 3 മാസ്റ്ററാക്കി, അത് 3 മാസ്റ്ററാക്കി. ഒക്കെ ഫ്രീ ഫയർ ഒക്കെ സെറ്റാണ്. ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആരെങ്കിലും കമൻറ്റ് ഇട്ടാൽ ഇടാം. ഇത് തന്നെ ആരെങ്കിലും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്ര നാളെ വീഡിയോ ഇടാതിരുന്നുകൊണ്ട് നോട്ടിഫിക്കേഷൻ തന്നെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എല്ലാം സെറ്റാണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഞാൻ സ്പോണായ സ്ഥലം മുതൽ തുടങ്ങാം. ഇതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണെന്ന് തന്നെ വിചാരിച്ചോ. സ്പോണായ സ്ഥലം മുതൽ തുടങ്ങാം. ഇവിടെ വന്നതായത് എവിടെയാണ് 00 ഇവിടെ 00 ഉണ്ടല്ലോ. ഇവിടെയാണ് ഞാൻ സ്പോണായത്. 00ലാണ് സ്പോണായത്. കറക്റ്റ് 00ന് ഇവിടെ സ്പോണായി. ഞാൻ ഇവിടെ ഇത് സംഭവം പമ്പടിച്ചിരുന്നു. അവിടെ നിന്ന് നേരെ ഞാൻ എൻ്റെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് എനിക്കൊരു സ്റ്റോറേജ് റൂം വേണമായിരുന്നു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഓട്ടോ സോർട്ടിങ് ഒന്നുമല്ല, ഞാൻ തന്നെ സാധനം കൊണ്ടുവയ്ക്കണം. ഇത് കളറാക്കിയതിന് ശേഷം, ഫുള്ള് കളറാക്കിയതിന് ശേഷം ചുമ്മാ ഇവിടെ ഒരു ബെഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. എനിക്ക് റെഡ് ബെഡാണ് ഇഷ്ടം. ഓക്കെ, എൻ്റെ ഷാർട്ട് കളർ റെഡാണെന്ന് വിശ്വസിക്കാം. ഓക്കെ, എനിക്ക് എല്ലാ കളറും ഇഷ്ടം. അങ്ങനെ ഇവിടെ ഞാൻ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മാപ്പിൻ്റെ സംഭവം സെറ്റ് ചെയ്ത് ഇനി 3 മാപ്പോട്ട് വയ്ക്കണം. അത് ഒരു ഐറ്റം ഫ്രെയിമിൻ്റെ അവിടെ ഒരു കുറവുണ്ടായതുകൊണ്ട് അതൊക്കെ അവിടെ നിന്നിട്ടാണ് വെച്ചതാണ്. പിന്നെ ഞാൻ വെളിയിൽ വെച്ചിരുന്ന അവിടെയാണ് ഞാൻ എൻ്റെ എൻജിനിയർ ടേബിൾ വെച്ചിരുന്നത്. അത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് സെറ്റ് ചെയ്തു. അതിപ്പോൾ സെറ്റ് ചെയ്ത് തീർന്നേ ഉള്ളൂ. ഞാൻ ഇതിപ്പോൾ കൊണ്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പം ഈ എൻജിനിയർ ടേബിൾ സെറ്റ് ചെയ്തേ ഉള്ളൂ. റൂമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഇതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മറ്റേ ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഇത് വയ്ക്കാൻ പറ്റും. പിന്നെ ഈ കയ്യിൽ അത് വയ്ക്കാൻ പറ്റും. ഈ കയ്യിൽ എനിക്ക് ഇത് മാറ്റിയിട്ട് ഇത് വയ്ക്കാൻ പറ്റും. എല്ലാ ഐറ്റം വയ്ക്കത്തില്ല. ഇപ്പം ഇത് വെച്ച് ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട് നടക്കാനുള്ള. ഓക്കെ, ഞാൻ മൊബൈലിൽ സംഭവം മൗസും കീബോർഡും കുത്തിയിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ആ ബുക്ക് എൻജോയ് ചെയ്ത ബുക്ക് വല്ലതും ഉണ്ടെങ്കിൽ എത്തിക്കാനായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ടൂൾസ് ആൻഡ് ആർമേഴ്സ്. ഇത് മെൻഡിങ് ആണ്. ഓക്കെ, സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം അടിപൊളിയാണ്. സ്റ്റോൺ പക്ഷേ കുറച്ച് ഇതുവരെ നിറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഒഴിച്ച് വന്ന സമയത്ത് എല്ലാ സംഭവം നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഫുഡ് കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചത് കുറേ നാളായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡാണ്. ഇത് കണ്ടോ, ഇതൊന്നും സ്റ്റാക്കല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ വേണ്ട ഇങ്ങനെ അങ്ങ് സ്റ്റാക്കാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫുഡ് കളക്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ട്രേഡ് ചെയ്തൊപ്പിക്കാനൊക്കെ അവിടെ ഉണ്ട്. അത് ട്രേഡിങ് ഹാളെല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇതെൻ്റെ ഈ സ്ഥലം മൊത്തം ഞാൻ കുഴിച്ചപ്പോൾ കിട്ടിയ എൻ്റെ സ്റ്റോണാണ്. ഈ സ്ഥലം ഫുള്ള് കുഴിച്ചപ്പം. ഓക്കെ, ഇത് മൈനിങ് ആയിരിക്കും അങ്ങനെ കിട്ടിയത്. ഇത് അതിൻ്റെ ഓരോന്നിൻ്റെയും മറ്റേ സ്റ്റാബ് സ്റ്റെയർ അങ്ങനെ വേരിയൻസ് ബാക്കി ഇവിടെ വയ്ക്കാം. എന്ത് ചെയ്യാൻ അല്ല, ഇതിൻ്റെ അകത്ത് സ്ഥലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. എനിക്കറിയാൻ വയ്യാത്ത. ഓക്കെ 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 ഇതിൻ്റെ പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതിന് ഇതിൻ്റെ അകത്ത്. ഓക്കെ, മൗസ് സാധനങ്ങളെ പിടിക്കാൻ പോലും പറ്റണം. ഇതിൻ്റെ കുഴപ്പമുണ്ട് മൗസിൽ. ഞാനാണ് സ്ക്രോൾ ആവുന്നില്ല. സെറ്റല്ലേ മൗസ്? ഓക്കെ, കുറേ നാളായി ഞാൻ എടുത്തിട്ട്. അതിനുശേഷം ഞാൻ ഈ ഫ്ലോർ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ ഇവിടെ എനിക്ക് വെറുതെ ഡേർട്ട് പാലമായിരുന്നു സംഭവം. അത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എനിക്കിവിടെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. പേര് കൊടുത്തിട്ടുണ്ടോ എന്തോ മറന്നു പോയി. ഞാൻ എന്തോ ഇല്ല, പേരൊന്നും കൊടുത്തിട്ടില്ല.
എൻ്റെ മെയിൻ്റെ ആൾക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മരം വളർത്തിയപ്പം അവിടെ മറ്റേ ഹണി ചെയ്തില്ല. പിന്നെ മീനെക്കുട്ടി ഉണ്ടല്ലോ എനിക്ക് ഇല്ലേ, മീനെക്കുട്ടി ഇല്ല. ശരിയായി എന്തിനൊക്കെ സൗണ്ട് ഉണ്ടാക്കുമെന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു അടിപൊളി പാലുണ്ടാക്കി. ഞാൻ പാലങ്ങനെ ഉണ്ടാക്കാറില്ല, സുധിയണ്ണൻ്റെ വേണ്ടി കണ്ടിട്ട് പതുക്കെ കോപ്പി അടിച്ച് വെച്ചു. കോപ്പിയല്ല, പിന്നെ ഇത് ഞാൻ ലൈറ്റ് ചെയ്തിട്ടില്ല. ലൈറ്റ് ചെയ്ത വേറെ ഇതായിട്ട് പോയി കണക്ട് ആവുന്നത്, ലൈറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫിഷ് ഫാം, ഇവിടെ ഒരു മീൻ കിടപ്പുണ്ടായിരുന്നു, ഇവിടെ പോയി ഇതിനകത്ത് എൻചാൻറ്റിങ് ബുക്സ് ഉണ്ട്. ഇതെല്ലാം കയ്യിലെടുത്ത് വയ്ക്കാം, അതിനകത്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻചാൻറ്റിങ് ബുക്സ് ഉണ്ട്. വെൻഡിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അതിലൊന്നും ബെൻഡിങ് ഉണ്ടല്ലോ, അതിലുണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിയോ. അതാ വിഷ് ചെയ്തൊക്കെ കിട്ടിയത്. പിന്നെ വേണമെങ്കിൽ ചീറ്റ് ഓണാക്കിയില്ലെന്ന് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വേൾഡിൽ കാണിക്കാത്തതില്ല ഈ സാധനം വളർത്താൻ. സത്യം പറഞ്ഞാൽ 4 എണ്ണം വെക്കണം ഇതിൻ്റെ മറ്റേ എടുത്ത് സാപ്ലിങ്. ഞാൻ ഒരെണ്ണം വെച്ചിട്ട് തീർക്കാത്ത ഇതിൽ ബോൺ വീലുകളില്ല. സാധനം എന്ത് വളരാത്തെന്ന് പറഞ്ഞു കണ്ടോ, ഒരെണ്ണമായിട്ട് കൊണ്ട് നട്ടു വെച്ചിരിക്കണം. ഇത് നേരത്തെ ആ റൂമിലെ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ചെറിയ ലാഗുണ്ടോ എന്ന് ചെറിയ ഡൗട്ട്. ഇല്ലെന്നാണ് എൻ്റെ ഇത് ഇൻവെൻറ്ററി ക്ലോസ് ചെയ്തിട്ട് അടയ്ക്കുമ്പോൾ ഒരു ലാഗുള്ള പോലെ. ഓക്കെ, അവൻ്റെ എന്തെങ്കിലും ഉണ്ടോ പുതിയ മറ്റേ പുതിയ സാപ്ലിങ് വല്ലതും? എന്നാൽ ഇപ്പം ഞാൻ ഇല്ല ഞാൻ പൂവുണ്ടപ്പം അങ്ങനെ വിചാരിച്ചു. സാപ്ലിങ് ആയിട്ട് കിട്ടുമോ അത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ആ സംഭവത്തിനെ വളർത്തുന്നതെന്നോ സംഭവത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുതിയ വേൾഡ് തുടങ്ങി കഴിഞ്ഞാലേ എനിക്ക് വല്ലതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വുഡിൻ്റെ ആവശ്യത്തിന് ഇവിടെ നടത്തിക്കൊണ്ടായി. കാരണം ഇവിടെ ഞാൻ ഫുള്ള് ടെറാഫോം ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യും. പിന്നെ അവിടെ ആയിരിക്കും എൻ്റെ ട്രേഡിങ് ഹാൾ വരണം. ഓക്കെ, അതെൻ്റെ അയൺ ഫാമാണ്. കാണാൻ കുറച്ചിട്ട് കാണിച്ചിട്ട് ഒട്ടും വയ്യ. തണുത്ത വെള്ളം കുടിക്കലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടോണ്ട്. ലാഗുണ്ട് ഗൈസ്, സെറ്റിങ്സ് ഒന്ന് കയറിക്കോട്ടെ. ഞാൻ ഇപ്പോഴും സർവൈവലാണ്, ക്രിയേറ്റീവ് ഒന്നും അല്ല. ഇതെന്തുവാ പ്ലെയർ നീഡഡ് ഇമ്മീഡിയറ്റ് റീസ്പോൺ, അതൊന്നും വേണ്ട. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ, വീഡിയോയിലാണോ? ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടിക്കിടന്നോട്ടെ, കുഴപ്പമില്ല. HUD അതെന്തായിരുന്നു മറന്നുപോയി. ക്ലാസിക്ക് ചങ്കൊക്കെ 7 FPS ഒന്ന് കുറച്ചിട്ട് നോക്കാം. 45 ഇട്ടിട്ടുണ്ട്. ഫ്രീ ഫയറും കളിച്ച് ഫുള്ള് ടെക്സ്റ്റർ പാക്ക് ഡൗൺലോഡ് ചെയ്ത് മാക്സ് ഇവിടെ ഇപ്പോഴും ഉണ്ടടാ. അതെന്തുവാ അങ്ങനെ? അതിന് ഫ്രീ ഫയർ കളിച്ചിട്ട് ഒന്ന് കളിക്കുന്നുണ്ടാണോ? ലാഗുണ്ട്. എൻ്റെ ചാടുമ്പോഴൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. തന്നെ ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ സ്മൂത്തായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സംഭവം ക്ലീൻ ചെയ്യാൻ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രേഡിങ് ഹാള് വിത്ത് ഇൻഫാമാണ് കേട്ടോ. എന്തോ പറയണതിന് ഒരു സമയത്ത് 3 അയങ്കോളം വെച്ച് സ്പോണാവും. സംഭവം അതാണ്. ഓക്കെ, നൈറ്റ് സ്പോണാവോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ എൻ്റെ ഉണ്ടായി കയറിയിട്ടില്ല. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ഫാമാണ്. ബെഡ്റോക്ക് അറിയാമല്ലോ എഫിഷ്യൻ്റാണ്. 3 വെച്ച് സ്പോണാവും. ഞാൻ ഡയറക്റ്റ് കിട്ടാറില്ല. അതോട്ടൊന്ന് ഇറങ്ങിയിട്ട് കിടന്നുറങ്ങിയിട്ട് ഇറങ്ങാം. കയ്യിലെപ്പോഴും ബെഡ് കാണാറുണ്ട്. ഇത് ജമ്പോട്ട് നിൽക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വെക്കാമെന്ന് എനിക്കറിയാം. അത് ഷിഫ്റ്റ് ഡെയിലി ഉറങ്ങിയില്ല. ഗെറീനെ പോലെ ആവില്ല കേട്ടോ, അപമാനിക്കുന്നതല്ല. സംഭവം ഇപ്പോൾ ഗെറീനാണെന്ന് സത്യം പറയാലോ ഒന്നും ശരിയാവുന്നില്ല. ഭയങ്കര ബഗ്ഗാട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഒരു തന്നെ നോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും നോക്കാവും, ഞാനും നോക്കാവും.
ഭയങ്കര അവസ്ഥയാണ്. വിളിക്കാത്ത തെറികൾ, അതാണ് ഇപ്പോൾ അവസ്ഥ. ഇവന്മാരെല്ലാം തന്നെ ട്രേഡ് ചെയ്ത് ഗോൾഡൻ ക്യാപ്റ്റനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇവൻ ഗോൾഡൻ ക്യാപ്റ്റൻ അവനങ്ങ് തക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അത് ഇന്നോട്ട് ഇപ്പം എനിക്ക് എടുത്ത് പറയാം. ഞാൻ എന്തുവാടാ ഇത് അറിയ പിന്നെ ഇതിലെ കൂടെ എനിക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എത്ര ഉണ്ട് ഇപ്പോൾ തൊട്ട് ലാഭമല്ലേ കുറച്ചുകൂടെ വീട്ടിൽ നല്ലത്. അഞ്ചെണ്ണം കിട്ടി, മാക്സിമം അഞ്ചെണ്ണം ഉള്ളു. കരഞ്ഞില്ല. പിന്നെ മൗസിലും കീബോർഡിലും ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഗോവന്മാരെ പറഞ്ഞു തട്ടാതി അടിയും കിട്ടും. അടി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ചെറിയ ലാഭമുണ്ട്. പിന്നെ എത്ര പേര് നിൽക്കുന്നുണ്ടായിരിക്കും. അടുത്തോളം വിളിച്ചാലേ കുഴപ്പമായി കാണുന്നത്. എവിടെ നിന്ന് ഫുഡ് മൈൻഡ് ചെയ്താൽ അവരെ കൊണ്ട് കൊടുത്തിട്ട് ഫ്ലെക്ചേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് കൊടുത്തിട്ട് അവരെ തന്നെ സാധനം വാങ്ങുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അതിൻ്റെ വാണ്ടറിൻ്റെ കുഴപ്പമെണ്ണം മേടിച്ച് വെച്ചത് സംഭവങ്ങളാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇവിടുത്തെ സംഭവങ്ങൾ, ഇത്രേ ഉള്ളൂ. പിന്നെ ഫുഡ്സ് കളഞ്ഞു ഞാൻ ഇമാരെ ഒന്ന് ട്രെൻഡ് ചെയ്ത് മേടിച്ചു. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, അതൊന്നും ഇതാണ് അങ്ങോട്ട് ഇത് പോകുന്നത്. വീടങ്ങോട്ട് പോകുന്നത് ഇതാണ് കാണിച്ചത്. ഇത്ര കൊണ്ട് ബാക്കിയൊക്കെ അവിടെ കളഞ്ഞു ഇല്ലായിരുന്നു. ശരി, ശരി. ഞാൻ ഡ്രീം ഫാനാണ് കേട്ടോ. ഏതാ ഡ്രീമിനെ അറിയാമോ? മൈൻക്രാഫ്റ്റ് ഗോഡ് എന്നാണ് എൻ്റെ വിശ്വാസം. ഗോഡ് ആരോ ആണ്, അങ്ങനെ ആവാനാണ് ചാൻസ്. ഈ ഒരു മണ്ണത്തന്നെ കാണിക്കില്ല എന്നെ പോലെ. പിന്നെ എൻ്റെ ബൂട്ട് ബൂട്ടൊന്നും തന്നെയില്ല, ബൂട്ടിപ്പോഴും ഗോൾഡാണ് സംഭവം. അതിൻ്റെ അകത്ത് കുറേ ഇഞ്ചിൻ്റെ വിനുണ്ട്. ത്രോൺസും ഉണ്ട്. ചെറുപ്പം പൊട്ട് എനിക്കറിയാം ഗോൾഡാക്കണം. ഓക്കെ, എൻ്റെ ബ്രീഡർ ഞാൻ കാണിച്ചിരുന്നായിരുന്നുണ്ട്. ബ്രീഡർ ഉണ്ടാവട്ടെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എൻ്റെ വാല്യൂബിൾസ് എല്ലാം കാണിച്ചു തരാം. വാല്യൂബിൾസ് കാണിച്ചിരുന്നായിരുന്നു. ബ്രീഡറൊക്കെ ഞാൻ ഒരു താല്പര്യം ഇല്ലാതെ ഉണ്ടാക്കി. പെട്ടെന്ന് ഡയമണ്ട് ആർമർ ആവുമെന്ന് പറഞ്ഞു. ഇതാ ബ്രീഡർ, അതാ ഇപ്പോഴും വർക്കിംഗ് ആണ് സംഭവം. ബെഡ് അതിനനുസരിച്ച് ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേണ്ടി അങ്ങനെ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇല്ല, പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നെതറിലൊന്നും ചെയ്തിട്ടില്ല. നെതറിലും ആശ്രയത്ത് തന്നെയാണ് നെതറും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെതറിവിടെ ഉണ്ടോ? സപ്പോർട്ടൊക്കെ ഉണ്ടോ? ഇവിടെ സപ്പോർട്ടറിൽ ഓഫാണ്.
സംഭവം അതാണ് നെതർ പോർട്ട് ഓൺ ചെയ്തിട്ട്. പിന്നെ അടുത്ത ട്രേഡിംഗ് ഹാൾ അവിടെ സെറ്റപ്പ് ചെയ്യും. എല്ലാ തരം ട്രേഡും വില്ലേജസിൻ്റെ നിന്ന് വാങ്ങാനാണ് പ്ലാൻ. കേസസ് ഓഫ് വാനിഷിങ്, കേസസ് ഓഫ് ബൈൻഡിങ്. ഓക്കെ തന്നെ ഹലോ. ഓക്കെ, ഇപ്പം ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാനാണ് സംഭവം വന്നത്. ഞാൻ എന്തായാലും എൻ്റെ വാല്യുബിൾസും പിന്നെ താഴോട്ടും കൂടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ മൈനിങ് ഏരിയയിലും കൂടെ പോയിട്ടൊന്ന് സെറ്റ് കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞ് ഗൺസിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊന്ന് ഞാൻ അകത്തോട്ട് കൊണ്ട് വെച്ചിട്ട് വരാവേ. അയ്യോ, ഒരെണ്ണത്തി 3 വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ കാണിക്കൂല. പക്ഷേ അതോ അല്ലാത്ത പക്ഷെ പരിപാടി അല്ല, അറിയാൻ പറ്റൂല സംഭവം ഏതൊക്കെയാണെന്ന്. ഓക്കെ, ആരാ ലൈവ് വന്നത്? സംഭവം അക്ഷയാണെന്ന് തോന്നുന്നു. അക്ഷയ് ഗെയിമിംഗ് ആണ് എൻ്റെ മെയിനായിട്ടുള്ള സംഭവം. ഇത് ടാപ്പ് ചെയ്താൽ എടാ. ഓക്കെ, വെച്ച് പാടാട്ടോ. ഈ കളിക്കുമ്പോൾ വെച്ച് പാടാം. കാരണം മിസ് ക്ലിക്ക് ചെയ്താൽ സാധനം കയ്യിരിക്കും. ഓക്കെ, ഇത് ലാഭാട്ടോ. ഇത് ഇത്രയും വെച്ച് തീർക്കാൻ എനിക്കറിഞ്ഞൂടാ. സംഭവം അത് മെൻഡിങ് ഉണ്ട്. അതെനിക്ക് പറഞ്ഞ ബൂട്ടിലോട്ട് ഇപ്പം ആഡ് ചെയ്യണ്ട. വെറുതെ ഒരു മെൻഡിങ് എടുക്കണമാണ്. പിന്നെ ഇത് സംഭവം ഞാൻ സോഡ് യൂസ് ചെയ്യണ്ട. മാക്സാണ് മെയിൻ. മാക്സ് ഷാർപ്നെസ് 5ഉം 4ഉം മെൻഡിങ്ങും ഇതിൻ്റെ അകത്ത് വെച്ചപ്പോൾ കിട്ടിയതാണ്. മെൻഡിങ് ഞാൻ ചേർത്തതാണ്. എഫിഷ്യൻസി 5 ഞാൻ ചേർത്തതാണ്. ഫോർച്യൂൺ 3യും അൺബ്രേക്കിംഗ് 3യും എനിക്ക് മറ്റേ ഇതിൽ നിന്ന് കിട്ടി, ജെനിനേബിളിൽ നിന്ന് കിട്ടി. എഫിഷ്യൻസി 3 ആണ് കിട്ടിയത്. 4ഉം 5 ഞാനാണ് ആക്കിയത്. മെൻഡിങ് ഞാനാണ് ചേർത്തത്. ഓക്കെ, മറ്റേ ഫിഷ് ചെയ്തൊക്കെ കിട്ടിയതാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ മേലെ ക്രാഫ്റ്റിൻ്റെ എവിടെ കാണിച്ചു തോന്നുന്നു. പിന്നെ അതിൻ്റെ അത് ലപ്പിസിലിപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എൻ്റെ ട്രൈഡൻറ്റ് അൺബ്രേക്കിംഗ് 1. ഇതിൻ്റെ അകത്ത് എൻ്റെ ഇവിടെ ഞാൻ റിച്ചാണ് കണ്ടോ. ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുക, കാരണം ഈ ഒരു ഷവർ ഉണ്ടാക്കാനാണ്. ആ മല ഇടിച്ച് നികത്തെ ഒരു മല ഉണ്ടായിരുന്നു. ഇത് അമ്മമാരെന്ന് റെഡി ചെയ്ത് ഒപ്പിച്ചത്. ഇതിന് അതിൽ പോയപ്പോൾ എനിക്ക് കിട്ടി. നെതർപോയ ഐറ്റംസാണ് ഇത്. ഞാൻ നെതർപോയ ഒപ്പിച്ചതല്ല. ഇവിടെ വരും മിനിമം 2 എണ്ണമെങ്കിലും വെച്ച് പോകണം ഇവിടെ. ഇതിപ്പോൾ നെതർ പോലെയാണ്. ഇത് പിന്നെ വഴി കാണുന്ന എല്ലാം പിടിച്ചെടുക്കുന്ന പരിപാടി. അങ്ങനെ എല്ലാത്തിനെയും തട്ടാറുണ്ട്. അങ്ങനെ 12 എണ്ണം സ്പോൺ ആയി കാണും ഇവിടെ. 12 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇട്ടാൽ ഒരെണ്ണം ഇട്ടില്ല. അതാണ് മെയിൻ. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റോൺ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ബോക്സ് വരും. ഓക്കെ, ഇവിടെ എന്ത് ഇതിലൊന്നുമില്ല. ഈ ചെറിയ ഷൾക്കർ ബോക്സാണ് ഒക്കെ സംഭവം വർക്കാണ്. ഓക്കെ, സോ ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ എങ്ങനത്തെ വീഡിയോ വേണമെന്ന് മറ്റേ ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം. പിരമിഡ് കണക്ക് വേണോ? മറ്റേ പിരമിഡ് എന്ന് പറയുമ്പോൾ കെമിക്സിൽ വന്ന സീസൺ 5 വന്ന കണക്കത്തെ ഒരു സംഭവം. പിരമിഡ് കണക്കത്തെ സംഭവം ഉണ്ടല്ലോ, അൾട്രോണിൻ്റെ പിരമിഡ്. അത് കണക്കത്താണോ? എന്നാൽ അത്രയും വലുതൊന്നുമല്ല, ചെറുത്, കുറച്ചുകൂടി ചെറുത് എന്ന് പറയുമ്പോൾ. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല, അത് ടൈപ്പ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്നുണ്ട് വിശ്വസിക്കുന്നു. ഒരു ചെറിയ പിരമിഡാണോ അല്ല നോർമൽ വീട് മതിയോ? നിങ്ങളെ ഇഷ്ടം. അവൻ്റെ ആരെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. നിങ്ങളിഷ്ടം, അത് നിങ്ങളിഷ്ടം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലത്. ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് 2 മാസം വീഡിയോ കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, സന്ധ്യയായി. ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം.
എന്തായി ഫോട്ടോ? സ്കെൽറ്റൻ ഒരു പെണ്ണ് കുളിപ്പിക്കുന്നതാണോ? ഓക്കെ ഗൈസ്, വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ബൈ ബൈ ബൈ. ഓ സോറി, ഞാനാണ് നിർത്തേണ്ടത്.